ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പിനാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ വന്നപ്പോൾ നമ്മൾ ഈ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. ചുരം കയറി വരുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റാണ് കേട്ടോ ഉള്ളത്. ഇവിടെ രാവിലെ മാത്രമല്ല വൈകുന്നേരം വരെയും ഈ ഒരു കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മെയ് മാസത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഈ ഒരു റൂട്ട് പോകുമ്പോഴാണ് കേട്ടോ ചങ്ങലക്കിട്ട മരവും ഈ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ടായിട്ടാണ് ഈ ഒരു അണക്കെട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും വലിയ മണ്ണ് അണക്കെട്ടായിട്ടാണ് കേട്ടോ അറിയപ്പെടുന്നത്. അഡൾട്ട്സിനാണെങ്കിൽ ഇവിടെ 40 റുപ്പീസാണ് വരുന്നത്. ചിൽഡ്രൻസിനാണെങ്കിൽ 20 റുപ്പീസാണ് കേട്ടോ ചാർജ് വരുന്നത്. ഇവിടെ 1 കിലോമീറ്റർ നടന്നിട്ട് വേണം അണക്കെട്ടിൻ്റെ മുകളിൽ എത്താനായിട്ട്. അതിന് പറ്റാത്തവർക്കാണെങ്കിൽ ട്രാവലറും അവൈലബിൾ ആണ് കേട്ടോ. 25 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. 1979 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു ഡാമിൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. ജലസേചന പദ്ധതിക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഡാം പക്ഷേ ആ ഒരു പദ്ധതികളൊന്നും നടക്കാതായതോടെ ഫുൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്ന തരിയോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ഫുള്ളും 2000-ഓളം കുടുംബങ്ങളെ ഒഴിവാക്കിയ ശേഷമാണ് കേട്ടോ ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം വറ്റുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രദേശത്ത് ഒരു ടൗണിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ പറയുന്നത്. ഡാമിൻ്റെ മുകളിലെത്തിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു മലയുടെ പേര് ബാണാസുര മലയാണ്. അതിൻ്റെ താഴെയാണ് ഈ ഒരു ഡാം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡാമിന് ബാണാസുര ഡാം എന്ന് അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രത്യേകതകളായിട്ട് ഇപ്പോൾ ഉള്ളത് റൈഡുകളൊക്കെ സിപ്പ് ലൈനും ബോട്ടിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നാച്ചുറലായിട്ടുള്ള പാർക്കും ഒക്കെ അവൈലബിൾ ആണ്. അതുകൂടാതെ ബുൾ റൈഡും ഫിഷ് സ്പായും ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ അട്രാക്ഷൻ. അങ്ങനെ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു എക്സിബിഷനൊക്കെ ഉള്ളത്. ആ ഒരു സ്ഥലത്ത് പോയി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.